മഴ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിയുമ്പോൾ ആദ്യം വെള്ളം എത്തുന്ന ഒരു ജനവാസ മേഖല എന്ന് പറയുന്നത് വള്ളക്കടവാണ്. വള്ളക്കടവ് കഴിഞ്ഞാൽ പെരിയാർ നദിയിലൂടെ ജലം ഒഴുകി എത്തുന്നത് പിന്നീടുള്ളത് വണ്ടിപ്പെരിയാറിലെ മഞ്ചുമലിലുള്ള ആറ്റോരം തീരത്തേക്കാണ്. ഈ തീരത്താണ് കുറച്ചധികം ആളുകൾ, ജനവാസ മേഖലയാണിത്. അതും ആറിനോട് ചേർന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പെരിയാറിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം വീടുകളും ഇരിക്കുന്നത്. അപ്പോൾ ഈ വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ തന്നെ ഈ പെരിയാറിൽ നിന്ന് വെള്ളം വീടിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുമ്പോഴുള്ള ഒരു അവസ്ഥയും എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇവർക്ക് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ഇവരുടെ ഒരു ആശങ്ക എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള പ്രദേശവാസികളോട് അവരുടെ ആശങ്ക എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ചേച്ചി, ഇതിനു മുമ്പ് 21 പെട്ടെന്നൊരു പറയാണ്ട്, അതായത് രാത്രിയിൽ തുറന്നു വിട്ടു, അന്നേരം പെട്ടെന്ന് വെള്ളം കയറുന്നു. ഇപ്പോൾ എന്തായാലും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ആശങ്കയൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞാൽ ആറ്റുതീരത്തിൽ നിന്ന് മാറി താമസിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ അറിഞ്ഞുകൊണ്ട് തുറന്നു വിടുന്നുണ്ട്, അറിയാതെ തുറന്നു വിടുന്നുണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പം പല സമയം നമ്മൾ വാടക വീട്ടിൽ കിടന്നുകൊണ്ട് നമ്മൾ പണിക്കൊക്കെ പോകുന്നവരാണ്, വീട് നോക്കിയിരിക്കാൻ പറ്റുകയില്ല. അത്താഴപ്പണിക്കാരാണ് ഞങ്ങൾ, പണിക്ക് പോയാലേ ഞങ്ങൾക്ക് കഞ്ഞി വയ്ക്കാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ചേട്ടനും ഞാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ആറ്റോരത്ത് കിടക്കുന്ന ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങൾ, മാലാ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ വീട്ടിലെ ചേട്ടനാണെങ്കിൽ തന്നെ 2 ദിവസമായിട്ട് പണിക്ക് പോയിട്ടില്ല. ഈ മഴ കാരണം എൻ്റെ ചേട്ടൻ പണിക്ക് പോയിട്ടില്ല. വെള്ളം കയറുമെന്നൊരു പേടിയാണ്. ഈ മഴ പെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ട് വെള്ളം കയറാറുണ്ടല്ലോ? മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം ഇവിടെ വരുമെന്നേ, സ്റ്റെപ്പി വരും. ഈ വർഷം സർക്കാർ എങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടോ? മുമ്പ് നേരത്തെ ഇന്നലെ കഴിഞ്ഞോട്ടം വിളിച്ചു പറഞ്ഞായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുത്തെ നമ്പർമാരും എല്ലാം അവരെല്ലാം കണക്കാ. എന്നാന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോഴത്തേനും അവർക്ക് 10 പൈസ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി മുന്നറിയിപ്പൊന്നും തരികയില്ല. തീർച്ചയായിട്ടും ദിവീഷ്, ആര്യ, ഇത് തന്നെയാണ്. അതായത് തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിലൊരു ആശങ്കയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് 250 കല്ലുകൾ മാത്രമാണ്. എത്ര സമയം കൊണ്ടാണ് അവിടെ വെള്ളം എത്തുക? ഈ വള്ളക്കടവ് ജനവാസ മേഖല കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിലായിരിക്കും ഈ ഒരു പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിയെത്തുക. വള്ളക്കടവ്, പിന്നീട് ഈ വണ്ടിപ്പെരിയാർ, അത് കഴിഞ്ഞാണ് ഇടുക്കി ഡാമിൻ്റെ പ്രദേശത്തേക്ക് പോവുക. അപ്പോൾ ആ ഒരു വൃഷ്ടി പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഒരു 2-3 മണിക്കൂർ, 12 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണി 3 മണിയോട് സമയത്തോടു കൂടിയിട്ടായിരിക്കും ഈ ഒരു പ്രദേശത്ത് വെള്ളം വരിക. പക്ഷേ ഈ അവസാനം തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് വെള്ളം